കുറിച്ച് അല്പസമയം ഞങ്ങളുമായി പങ്കുവയ്ക്കാം. തീർച്ചയായും ആദ്യമായിട്ട് പറയുന്നു, വേദപുസ്തകത്തിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം ദൈവാത്മനിശ്വസ്തമായ ഒരു ഗ്രന്ഥമാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ, മറ്റുള്ളവരോട് ഉറപ്പിച്ചു പറയാനുള്ള ഒരു കാരണം അത് ദൈവം ഏകനാണെന്ന് വേദപുസ്തകം പറയുന്നു എന്നുള്ളതാണ്. എന്താ, ഈ മോശയോട് ദൈവം സംസാരിക്കുമ്പോഴേ നമുക്ക് ഈ ലോകത്ത് ബഹുദൈവ വിശ്വാസം ആയിരുന്നു ലോകത്ത് മുഴുവനും. അങ്ങനെയുള്ള ബഹുദൈവ വിശ്വാസികളുടെ ഇടയിൽ, ലോകത്തെല്ലായിടത്തും ഒന്നിലേറെ ദൈവങ്ങളെ വിശ്വസിക്കുന്ന ജാതിയരുടെ ഇടയിൽ മോശയ്ക്ക് എങ്ങനെ സാധിച്ചു? ദൈവം ഏകനാണെന്ന് പറയാൻ മോശയ്ക്ക് സാധിച്ചത് ദൈവത്തിന്റെ അരുളപ്പാട് അവന് ലഭിച്ചത് കൊണ്ടാണ്. ദൈവം ആരാണെന്നുള്ളത് അവന് വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ്. അപ്പൊ ദൈവാത്മനിശ്വസ്തതയുടെ, വേദപുസ്തകത്തിന്റെ ദൈവാത്മനിശ്വസ്തതയുടെ ഒരു അടിസ്ഥാന തെളിവാണ് ദൈവം ഏകനാണ് എന്നുള്ളത്. മറ്റൊന്ന്, വേദപുസ്തകം ദൈവാത്മനിശ്വസ്തമാണെന്നുള്ളത് നാം കണ്ടെത്തുന്ന മറ്റൊരു കാരണം, അനേക കാരണങ്ങളുണ്ട്. അതിൽ മറ്റൊരു കാരണം, നമുക്കറിയാം 66 പുസ്തകങ്ങളുണ്ട്. ഇത് ഏതാണ്ട് 1500 വർഷത്തിന്റെ കാലദൈർഘ്യത്തിൽ 40ഓളം എഴുത്തുകാർ ചേർന്ന് എഴുതിയിട്ടുള്ളതാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഈ 66 പുസ്തകങ്ങൾ, ഈ മറ്റേ കത്തോലിക്ക ബൈബിളിനെ കുറിച്ചല്ലേ ഞാൻ പറയാം, അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ട്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ അത് ദൈവാത്മനിശ്വസ്തമല്ല എന്നുള്ളതിന് ഒത്തിരി തെളിവുകൾ വേറെ ഉണ്ട്. അത് നിൽക്കട്ടെ, അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഗ്രന്ഥം ഈ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന വിശുദ്ധ വേദപുസ്തകം 40ഓളം എഴുത്തുകാർ ചേർന്ന് 1500-1600 വർഷത്തെ കാലദൈർഘ്യത്തിനുള്ളിൽ എഴുതിയ ഈ പുസ്തകത്തിൽ ഒരിടത്ത് പോലും ഇത് പരസ്പര വിരുദ്ധമായ ഒരു ആശയം പറയൂല. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് വെളിപാടിൽ വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് വെളിപാടിലോ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പുതിയ നിയമത്തിലോ പറഞ്ഞിട്ടില്ല. അതാണ് ഇതിലെ മറ്റൊരു ദൈവാത്മവിശ്വസ്തത. അപ്പൊ ഇത്രയേറെ സങ്കീർണമായിരിക്കുന്ന ഒരാശയം വലിയൊരു ഗ്രന്ഥമാണ്. അതിന്റെ ഒരു വാക്കുകൊണ്ട് പോലും ഒരിടത്തും അത് പരസ്പര വിരുദ്ധമല്ല എന്നുള്ളത് തന്നെ ഈ വേദപുസ്തകത്തിന്റെ വിശ്വാസ്യതയുടെ വലിയ തെളിവാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം ഏകനാണെന്ന് ഒരിടത്ത് പറയുകയും മറ്റൊരിടത്ത് ദൈവം ഏകനല്ല ത്രിയേകനാണെന്ന് പറയുകയും ചെയ്താൽ അത് ദൈവാത്മനിശ്വസ്തതയ്ക്ക് ഖണ്ഡിക്കുന്ന ഒന്ന്. ഒരിക്കലും അത് വേദപുസ്തകത്തിന്റെ സൃഷ്ടാവ് അത് സർവശക്തനായ ദൈവമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഏകദൈവ വിശ്വാസം, അതാണ് ബൈബിൾ ഉപദേശിക്കുന്നതെന്ന് പറയാനുള്ള ഒരു കാരണം. എന്നാണ് ഈ ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ ത്രിയേക ദൈവ വിശ്വാസം ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വന്നത്? നമുക്ക് 1-2 നൂറ്റാണ്ടുകളിലൊന്നും ഇങ്ങനെ ഒരു ഉപദേശം വേദപുസ്തകം ഈ ക്രൈസ്തവ സഭയിൽ കടന്നു വന്നിട്ടില്ല. നമുക്കറിയാം, വേദപുസ്തകം എഴുതി തീർക്കുന്ന അവസാന പുസ്തകം വെളിപാട് പുസ്തകം അത് AD 35 എഴുതി തീർക്കുകയാണ്. അപ്പൊ അതുവരെ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിന് ശേഷം അപ്പോസ്തലന്മാർ നടത്തിയ സുവിശേഷ, നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാൽ അറിയാം, അവിടെ എവിടെയെങ്കിലും ഇപ്രകാരം ദൈവം ഏകനല്ല ത്രിയേകനാണ് എന്ന് പറയുന്ന ഒരു ഭാഗമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. അപ്പൊ ഇത് എങ്ങനെ കടന്നു വന്നു? നമുക്കറിയാം, ഇത് AD 325 എന്ന് പറഞ്ഞാൽ ആദ്യ 2 നൂറ്റാണ്ടുകൾ പൂർണ്ണമായും ക്രൈസ്തവ സഭ ഒരു പീഡിത സഭയായിരുന്നു. വിശേഷിച്ചും 2-ാം നൂറ്റാണ്ടിൽ ഈ പീഡിത സഭയായിരുന്ന ക്രൈസ്തവ സഭ, വെളിപാട് പുസ്തകം സ്മൃർണയിലെ സഭയ്ക്ക് എഴുതുന്ന 7 സഭകൾ, അതിൽ 2ാമത്തെ സഭയായിരിക്കുന്ന സ്മൃർണയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ 10 ദിവസത്തേക്കുള്ള ഒരു പരീക്ഷാ കാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 10 ദിവസം എന്നുള്ളത് AD 302 മുതൽ 312 വരെയുള്ള ഡയക്ലീഷ്യൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയുടെ ഭരണകാലമാണ്. നമുക്കത് ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം. അവിടെ ക്രൈസ്തവ സഭ അന്നുവരെയും ഏറ്റവും അധികം ദൈവത്തിന്റെ മക്കൾ പീഡിപ്പിക്കപ്പെട്ട ഒരു 10 വർഷക്കാലമാണ്. എന്നാൽ അതിനുശേഷം AD 13 മുതൽ മറ്റൊരു ചക്രവർത്തി, റോമൻ ചക്രവർത്തി അധികാരത്തിൽ വന്നു. അത് ആരായിരുന്നു? അത് മറ്റാരുമല്ല, കുസ്തന്തീനോസ് ആണ്.
കുസ്തന്തീനോസ് അധികാരത്തിൽ വരികയും ഈ കുസ്തന്തീനോസ് ക്രിസ്തീയ മതം തന്റെ മതമായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അന്ന് വരെ ഒരു പീഡിത സഭയായിരുന്ന ക്രൈസ്തവ സഭ ഒരു രാജകീയ സഭയായി മാറി. അപ്പോഴെന്താ ഉണ്ടായത്? ഈ കുസ്തന്തീനോസിന് ജാതീയ വിശ്വാസങ്ങൾ, താനൊരു റോമൻ ജാതീയനാണ്. ഈ റോമൻ ജാതീയം, റോമാക്കാർക്ക് അവരുടെ ഇടയിലുള്ള ദൈവങ്ങൾ എത്രയാ? അവരുടെ റോമൻ ദൈവങ്ങൾ എന്ന് പറയുന്നത് ജൂപ്പിറ്റർ, വീനസ്, ഡയാന, ഇവരൊക്കെ ഈ 3 ദൈവങ്ങൾ റോമൻ ജനതയുടെ ദൈവങ്ങളായിരുന്നു. ഇപ്പൊ നമ്മൾ ആ കാലത്തേക്ക് നോക്കിയാൽ നമുക്കിത് കാണാൻ സാധിക്കും. യവനദേവന്മാരെന്ന് പറയുന്നത് സീയൂസ്, ഹോർമേസ്, അഫ്രോഡൈറ്റ്, ഇവര് യവനദേവന്മാരായിരുന്നു. ഇനി നമുക്ക് കാണാൻ സാധിക്കും ബാബിലോന്യ ദേവന്മാർ, നിമ്രോദ്, സെമിറാമിസ്, തമ്മൂസ്, ഇവർ ബാബിലോന്യ ദേവന്മാരായിരുന്നു. സുമേറിയ എന്ന് പറയുന്ന രാജ്യം, സുമേറിയക്കാര് ആൻസ്, എൻലി, എൻഗി, ഇങ്ങനെ 3 ദൈവങ്ങളെ അവർ പ്രപഞ്ചത്തെ 3ആയി വിഭാഗിച്ചു. ആകാശം, സമുദ്രം, ഭൂമി. എന്നിട്ട് ഈ ഓരോന്നിനെയും ആകാശത്തിനൊരു പ്രത്യേക ദേവൻ, അതായിരുന്നു ആൻസ്, ഭൂമിക്ക് മറ്റൊരു ദേവൻ, അത് എൻലി, സമുദ്രത്തിന് മറ്റൊരു ദേവൻ, അത് എൻകി. ഇങ്ങനെ അതായത് പറഞ്ഞ ഈ മോശയിൽ എഴുതുമ്പോ ഇങ്ങനെയുള്ള ചുറ്റുപാടുകളിലാണ് യഹൂദജാതി ജീവിച്ചു വന്നത്. നമുക്കറിയാം ഏതാണ്ട് BC 606 മുതൽ ബാബിലോന്യ പ്രവാസത്തിലേക്ക് പോവുകയാണ്. അത് ദൈവത്തിന്റെ മറ്റൊരു പ്രവചനമാണ്. നിന്നെ ഞാൻ 7 കാലത്തേക്ക് ശിക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വലിയൊരു പ്രവചനമുണ്ട്. അത് മോശ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായി ചിന്തിക്കേണ്ട കാര്യങ്ങൾ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അപ്പൊ ബാബിലോന്യ പ്രവാസത്തിൽ 70 വർഷക്കാലം, അതിനുശേഷം കടന്നു വന്ന മേദ്യ പാർസ്യ സാമ്രാജ്യം, അതിനു ശേഷം വന്ന യവന സാമ്രാജ്യം, അതിനുശേഷം കടന്നു വന്ന ഈ റോമൻ സാമ്രാജ്യം, ഇവരെല്ലാം ഈ ബഹുദൈവ വിശ്വാസികളായിരുന്നു. അങ്ങനെ ഞാൻ പറയുന്നത്, ഈ കുസ്തന്തീനോസ് AD 312 ക്രൈസ്തവ മതം സ്വീകരിക്കുമ്പോൾ എന്താ ഉണ്ടായത്? ഈ അതുവരെ പീഡിത സഭയായിരുന്ന ക്രൈസ്തവ സഭ ഒരു രാജകീയ സഭയായി മാറി. പക്ഷെ കുസ്തന്തീനോസ് ചെയ്തത് എന്താ? തന്റെ റോമൻ വിശ്വാസം ജനങ്ങളെ തന്നോടൊപ്പം ചേർക്കാൻ വേണ്ടി അവരാചരിച്ചു വന്ന അനേകം ആചാരങ്ങളും ക്രൈസ്തവ സഭയിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തൃത്വ ഉപദേശവും കടന്നു വന്നത്. ഇത് കൊണ്ടുവന്ന ആരാ? തെർത്തുല്യൻ എന്ന് പറയുന്ന ഒരു ദക്ഷിണാഫ്രിക്കൻ വംശജന തെർത്തുല്യൻ. സഭാപിതാവെന്നൊക്കെയാ വിളിക്കുന്നത്. ഈ തെർത്തുല്യനാണ് ഇങ്ങനെ ആശയം കൊണ്ടുവന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ അത്തനേഷ്യസ് ഉണ്ടായിരുന്നു. എന്നിട്ട് AD 325 നിഖ്യാ സുന്നഹദോസ്, ഈ നിഖ്യാ സുന്നഹദോസിൽ ഈ അറിയൂസ് എന്ന് പറയുന്ന ഒരു ദൈവ മകൻ ശക്തമായി വാദിച്ചത് ദൈവ ഏകനാണെന്ന്. ആ അറിയൂസിനെ പുറത്താക്കിക്കൊണ്ട് ഈ പറഞ്ഞ തെർത്തുല്യന്റെയും അത്തനേഷ്യസിന്റെയും ഈ ത്രിയേക ദൈവ വിശ്വാസത്തെ ഈ AD 325 നിഖ്യാ സുന്നഹദോസ് അംഗീകരിക്കുക. അപ്പൊ ഈ നിഖ്യാ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് ഈ കുസ്തന്തീനോസാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരശിലയായി ഇവർ രൂപപ്പെടുത്തിയ ഒരു സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഒരു ജാതീയ ചക്രവർത്തി. അപ്പൊ എത്രയോ ദുഃഖകരമാണ്. അപ്പൊ ഈ വിശ്വാസം കൊണ്ടുവന്നതിൽ ഈ ജാതീയ ചക്രവർത്തിക്കുള്ള ആ പങ്ക് വളരെ വലുതാണ്. അതേസമയം 19-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ഹിസ്ലോപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ചരിത്രകാരനുണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, 2 ബാബിലോണിയൻസ്. ഇതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന കാര്യം എന്ത്? ഇത് ജാതീയ റോമൻ അധികാരത്തിന് കീഴില് യവന ചിന്തകന്മാരുടെ സ്വാധീനമാണ് ഈ ത്രിയേക ദൈവ വിശ്വാസത്തിലേക്ക് ക്രൈസ്തവ സഭയെ കൊണ്ടുവന്നത് എന്ന് ഈ അലക്സാണ്ടർ ഹിസ്ലോപ്പ് അദ്ദേഹത്തിന്റെ 2 ബാബിലോണിയൻസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ചരിത്ര പുസ്തകമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലം ഇതിനുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ച അവിടെയാണ് ഈ തൃത്വം ആരംഭിക്കുന്നത്. തൃത്വവിശ്വാസം ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വരുന്നത്. ഈ ഞാൻ എൻ്റെ ചില ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ, നാം നോക്കുക, പഴയ നിയമത്തിൽ യഹോവ എന്തു പറഞ്ഞിട്ടുണ്ട്? യഹോവയെ കുറിച്ച്, യഹോവ ദൈവത്തെ കുറിച്ച് എന്താ? മോശ ചോദിക്കുമ്പോ ദൈവം എന്താ പറയുന്നത്? ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ എന്താ? നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാ, എങ്കിലും ഞാൻ പറയാം. ഇസ്രായേലിയെ കേൾക്കാം,
യഹോവ നമ്മുടെ ദൈവം, യഹോവ ഏകൻ തന്നെ. നോക്കുക, അപ്പൊ ഇസ്രായേലിനെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം, യഹോവ ഏകൻ തന്നെ. ഇതാരാ പറയുന്നത്? യഹോവയാ പറയുന്നത്. ഞാൻ ഏകനല്ല ത്രിയേകനാണെങ്കിൽ യഹോവ ഇത് വെളിപ്പെടുത്തണ്ടേ? നമ്മൾ റോമാലേഖനം 1:5 നമ്മൾ നോക്കണം. അവിടെ അവർക്ക് ദൈവത്തെ കുറിച്ച് അറിയേണ്ടത് അവൻ അവർക്ക് വെളിപ്പെടുത്തി എന്നാ. മലയാള വേദപുസ്തക പരിഭാഷ അങ്ങനെയല്ല. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവൻ അവർക്ക് വെളിപ്പെടുത്തി. ആ പരിഭാഷ ശരിയല്ല. ദൈവത്തെ കുറിച്ച് അറിയേണ്ടത് അവൻ അവർക്ക് വെളിപ്പെടുത്തി. അപ്പൊ ദൈവത്തെ കുറിച്ച് നാം എന്തറിയണം എന്നുള്ളത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ അസ്തിത്വം, ഇതെല്ലാം വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ മക്കൾ അടിയുറച്ച് അവനിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാ, അല്ലാത്തതൊന്നും വേണ്ടിയിട്ടല്ല. അവൻ മഹാകരുണയും കൃപയും സ്നേഹവും എല്ലാം ഉള്ളവനാ എന്ന് ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നില്ലേ? അവൻ സർവജ്ഞാനിയാണെന്ന് വെളിപ്പെടുത്തുന്നില്ലേ? അവൻ സർവശക്തനാണെന്ന് വെളിപ്പെടുത്തുന്നില്ലേ? ഇതെല്ലാം ദൈവത്തിന്റെ ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ അസ്തിത്വം എങ്ങനെയാണ് എന്നുള്ളത് കൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്നതിനകത്ത് എന്താ അപാകതയുള്ളത്? അപ്പൊ അതേസമയം ആ ദൈവം പറയുക, ഇസ്രായേലിനെ കേൾക്ക, യഹോവ ദൈവം ആകുന്നു നമ്മുടെ ദൈവം, അവൻ ഏകനാണ്. വീണ്ടും ആവർത്തന പുസ്തകം തന്നെ 4:35-39 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിഞ്ഞുകൊള്ളേണ്ടതിന് തന്നെ. നമുക്ക് എത്ര ക്ലിയർ ആയിട്ടാ പറയുന്നത്. താഴെ മീതെ ആകാശത്തിലും മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിഞ്ഞുകൊള്ളേണ്ടതിന് തന്നെ. കണ്ടോ, ദൈവത്തെ കുറിച്ച് നാം എന്തറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. വീണ്ടും പറയാ, ആവർത്തന പുസ്തകം തന്നെ 32:39 വാക്യത്തിൽ ഇങ്ങനെ അവിടെ, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല. നോക്കുക, വീണ്ടും യെശയ്യാ പ്രവചനം 45:6 പറയുക, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. യെശയ്യാ 43:11 പറയുന്നത്, എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാവുകയുമില്ല. അപ്പൊ ഇങ്ങനെ യഹോവ ആരാണെന്ന് വളരെ വ്യക്തമായി യഹോവ തന്നെ വെളിപ്പെടുത്തി തരുമ്പോൾ അവൻ ത്രിയേകനാണ്, 3 പേര് കൂടിയ ഒരാളാണ് ദൈവമെന്ന് ദൈവം അത് ആ വസ്തു വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇത് ഇത്ര വലിയ വിശ്വാസസത്യം, രക്ഷയുടെ അടിസ്ഥാനമാണ് ത്രിയേക ദൈവ വിശ്വാസമെങ്കിൽ നാം രക്ഷിക്കപ്പെടണം എന്നുള്ളതല്ലേ ദൈവത്തിന്റെ ആഗ്രഹം? അങ്ങനെയാണ് ഈ രക്ഷയുടെ അടിസ്ഥാനമായിരിക്കുന്ന ഈ വലിയ മർമ്മം, ഈ സത്യം അവൻ നമുക്ക് വെളിപ്പെടുത്തി തരണ്ടേ? മറ്റൊരു വസ്തുത ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ട് പറയാം. മർമ്മം ഇന്നത്തെ തൃത്വോപദേശകന്മാരെല്ലാം പറയുന്നത് എന്താണെന്നറിയോ? ഇവർക്ക് ആർക്കും തൃത്വം എന്താണ്, ത്രിയേക ദൈവ വിശ്വാസം, അതിൽ തൃത്വം എന്താണെന്ന് വിശദീകരിക്കാൻ ഇവിടുത്തെ ഒരു തൃത്വോപദേശകന്മാർക്കും സാധിക്കില്ല. അവരെല്ലാവരും ഒന്നിലേറെ ഡെഫിനിഷൻസ് കൊടുക്കുന്ന ഏതാണ്ട് 6-7 ഡെഫിനിഷൻസ് ഇവർ കൊടുത്തിട്ടുണ്ട് തൃത്വം എന്താന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അവസാനം ഇവർ പറയും ഇതൊരു ദൈവമർമ്മമാണ്, അതെല്ലാവർക്കും മനസ്സിലാവൂല. ദൈവമർമ്മമായിട്ട് ദൈവത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടതല്ലേ? എന്നിട്ട് അത് ദൈവമർമ്മമാ, ദൈവം മറച്ചു വെച്ചിരിക്കുക. വേദപുസ്തകത്തിൽ നാം നോക്കിയാൽ ഏതാണ്ട് 22 പ്രാവശ്യം മർമ്മം എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട്, മിസ്റ്ററി. ഈ 22 പ്രാവശ്യം പ്രയോഗിച്ചാൽ ഒരിടത്ത് പോലും തൃത്വം ഒരു മർമ്മമാണെന്ന് വന്നിട്ടില്ല. ഈ എല്ലാ ഭാഗങ്ങളും നമുക്ക് പരിശോധിക്കാം. ഒരിടത്ത് പോലും തൃത്വം ഒരു ദൈവമർമ്മമാണ് എന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് പഴയ നിയമത്തിലെ യഹോവ വെളിപ്പെടുത്തിയല്ല. ഇനി ഞാൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു എന്താ പറഞ്ഞിരിക്കുന്നത് അത് നമുക്കൊന്ന് ഏതാനും വാക്യങ്ങൾ. യോഹന്നാൻ 17:3 പറയാം, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഏക സത്യ ദൈവമായ നിന്നെ ആരാ പറയുന്നത്? ക്രിസ്തുവാ പറയുന്നത്. അവന്റെ ഏകജാതനായ പുത്രനാ പറയുന്നത്. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാ നിത്യജീവൻ. അപ്പൊ അയച്ച പിതാവുമായ ദൈവവും അയക്കപ്പെട്ട പുത്രനും ഒരു വ്യക്തി തന്നെയാണ് എന്ന് വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ അത് നമ്മൾ എത്രയോ മന്ദബുദ്ധികളായി തീരണം, അല്ലാതെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ?
ക്രിസ്തുവിനെ പറയുന്നു, ഞാൻ അയക്കപ്പെട്ടവനാ, എന്റെ പിതാവ് എന്നേക്കാൾ വലിയവനാ. എന്നിട്ട് വീണ്ടും ക്രിസ്തു പറയുക, മർക്കോസ് 12 പറയാ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അപ്പൊ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്ന് മർക്കോസ് 12 പറയാ. എന്നിട്ടോ അത് രക്ഷയ്ക്കുള്ള മാർഗത്തെ കുറിച്ചാണ്. നീ എന്ത് വിശ്വസിക്കുന്നു ചോദിക്കുമ്പോൾ അപ്പൊ യേശുവോട് പറഞ്ഞു, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാ. ഈ യേശുവിന്റെ ആ ദൈവമാണെങ്കിൽ, യഹോവയാം ദൈവം തന്നെയാണ് യേശുവെങ്കിൽ യേശു അങ്ങനെ പറയാവോ? യോഹന്നാൻ 5:44 പറയുക, തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾ. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾ. അപ്പൊ ഇവിടെയെല്ലാം ക്രിസ്തുവിന്റെ വാക്കുകൾ എന്താ? ക്രിസ്തു തത്വത്തിലെ തുല്യനായ മറ്റൊരു ദൈവമാണെങ്കിൽ ഈ രീതിയിൽ ക്രിസ്തു, ഇനി ഒത്തിരി ഭാഗങ്ങൾ സംസാരിക്കാനുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ഈ അപ്പോസ്തലന്മാരെന്ത് പറഞ്ഞിരിക്കുന്നു? അപ്പൊ യഹോവ എന്ത് പറഞ്ഞു, ക്രിസ്തു എന്ന് പറഞ്ഞു. ഈ അപ്പോസ്തലന്മാരെന്താ പറയുന്നത്? 1 കൊരിന്ത്യർ 8:4 പറയുന്നത് എന്താ? ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്നു വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതൻ. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്, അവൻ മുഖാന്തരം സകലവുമാകുന്നു. അതിന്റെ താഴെ അപ്പോസ്തലൻ ഒരു വാക്യം കൂടെ ചേർക്കുന്നുണ്ട്, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. അപ്പൊ അപ്പോസ്തലൻ നേരത്തെ തന്നെ മനസ്സിലാക്കി, പ്രവചന ബുദ്ധിയ ആ പ്രവചന ദൃഷ്ടിയിൽ ഈ കാര്യത്തിൽ എല്ലാവരും ഈ ആശയത്തിൽ ആയിരിക്കില്ല, ഈ അറിവ് എല്ലാവർക്കും ഇല്ല എന്നുള്ളത് അപ്പോസ്തലൻ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പം വീണ്ടും പറയാ, തിമോത്തിയോസ് 1:17 പറയാ, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനും. യഹോവയുടെ 2 ക്വാളിറ്റികളാ പറഞ്ഞത്. അവൻ അക്ഷയനാണ്, അദൃശ്യനാണ്. ഇതെങ്ങനെ യേശുവിൽ ഈ 2 ക്വാളിറ്റികൾ എങ്ങനെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും? യേശു അക്ഷയനാണെങ്കിൽ അവൻ എങ്ങനെ മരിച്ചു നമുക്ക് വേണ്ടി? അവൻ അദൃശ്യനാണോ? ഇവിടെ 33.5 വർഷക്കാലം ഇവിടെ ജീവിച്ചിട്ട് യേശുവിനെ ആരും കണ്ടിട്ടില്ലേ? അവൻ ചിന്തിച്ചു നോക്കി. അപ്പോൾ നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. വീണ്ടും ഇത് പറയുമ്പോൾ ബഹുമാനവും മഹത്വവും കഴിഞ്ഞ ആഴ്ച പ്രിയ സഹോദരൻ പറഞ്ഞ റോമാലേഖനത്തിൽ നിന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതാണ് ഡോക്സോളജി എന്ന് പറയുന്ന വലിയൊരു പ്രയോഗമാണ്. സകല ബഹുമാനവും പിതാവായ ദൈവത്തിന് നൽകുക. നാം കുറെ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് അത് സകലവും പിതാവായ ദൈവത്തിന് അന്തിമമായി കൊടുക്കുന്ന ഒന്നാണ്. സകലവും തനിക്ക് കീഴ്പ്പെട്ടു വന്ന ശേഷം പിതാവ് താൻ സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താൻ സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും എന്നല്ലേ പറയുന്നത്. സകലവും തനിക്ക് കീഴ്പ്പെട്ടു വന്ന ശേഷം പിതാവ് താൻ സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താൻ സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഒരു വ്യക്തിയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഇനി വീണ്ടും തിമോത്തിയോസ് 2:4 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനാം ക്രിസ്തുയേശു. ആ പ്രയോഗങ്ങൾ നമുക്കറിയാം. ബൈബിളിന്റെ പ്രത്യേകത അവരുടെ ഓരോ വാക്കുകളും സമ്പൂർണമാണ്. അതിനകത്ത് ഒരു കുറവുകളില്ലാത്ത പ്രയോഗങ്ങളാണ്. അത് ആ ഭാഷയുടെ തന്നെ പ്രത്യേകത തന്നെ. അതുകൊണ്ട് ദൈവം ഈ ഭാഷ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ. ഇപ്പൊ യേശു ക്രിസ്തു തന്നെയാണ് പിതാവായ ദൈവമെങ്കിൽ അവിടെ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഇപ്പൊ ബൈബിൾ ഇങ്ങനെ നമ്മളെ കബളിപ്പിക്കുന്ന ഒന്നാണോ? പിന്നെ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനാം ക്രിസ്തു വെച്ച് നോക്കുക. ഇപ്പൊ യേശു ക്രിസ്തു മനുഷ്യനാണെന്ന് അവിടെ ക്ലിയറായി പറയാ. അവൻ എന്താ ചെയ്തേ? അവൻ മധ്യസ്ഥനാകാൻ എന്താ അവനുണ്ടായ യോഗ്യത?
ഇന്ന് നമ്മുടെ സഭകൾ, വിശേഷിക്കും കത്തോലിക്ക യാക്കോബയ സഭകൾ, എത്രയോ മധ്യസ്ഥന്മാരെ അവിടെ അനുദിനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ? അങ്ങനെയുള്ള മധ്യസ്ഥന്മാരെ ആദ്യമേ അവർ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കും, അതിനുശേഷം അവരെ മധ്യസ്ഥന്മാരാക്കും. ഈ ദൈവവചനത്തിന് അവര് എന്ത് വില കൽപ്പിക്കുന്നുണ്ട്? ദൈവ ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനാം ക്രിസ്തുയേശു. അപ്പൊ ഒരുവൻ നമുക്കും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനാകാൻ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്ക് വേണ്ടി മറുവിലയാകണം. ഇവരിന്ന് വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഏത് മധ്യസ്ഥന്മാരുണ്ട് നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നിട്ടുള്ള, അവർക്ക് എന്ത് യോഗ്യതയുള്ളത്? എന്തുകൊണ്ടാ? ആദാമെന്ന ആദി പിതാവിന് പകരം അവന്റെ മറുവില എന്ന് പറഞ്ഞാൽ തുല്യവിലയെന്ന, ആദാമിന്റെ ജീവന് പകരമായി തുല്യവില. അത് ഈ ആദാമിൽ നിന്ന് ജനിച്ച ആർക്കും അതിനുള്ള ആ യോഗ്യതയില്ല. അവരെല്ലാവരും ആദാമ്യ പാപത്തിൽപ്പെട്ടവരാ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു വചനം ജഡമായി തീർന്നു, വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ വചനമാണ് ജഡമായി തീർന്നത്. ഈ തൃത്വവാദികൾ പറയും ദൈവം ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു എന്നൊക്കെ, ലോഗോസ് അത് വരട്ടെ. അപ്പൊ അതുകൊണ്ട് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനാം ക്രിസ്തുയേശു. അപ്പൊ യേശു ക്രിസ്തു ദൈവവും മനുഷ്യനും ചേർന്നിട്ടുള്ള അവസ്ഥയാണെങ്കിൽ അത് ആദാമിന്റെ ജീവന് തുല്യമല്ല, ആദാമിന്റെ ജീവനേക്കാൾ വിലയേറിയ ജീവൻ. അപ്പൊ മനുഷ്യജീവനാണ് നമുക്ക് പകരമായി നൽകിയതെന്ന് പറയുന്നത് വെറുതെ ആയി പോവും, ദൈവത്തിന് മരിക്കാനാവൂ. അപ്പൊ ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നത് വെറും കബളിപ്പിക്കലായി മാറിപ്പോവും. അത് നാം മനസ്സിലാക്കണം. ഇന്ന് അനേകരും പറയുന്നുണ്ട് ക്രിസ്തു മരിച്ചിട്ടില്ല, ഇതൊക്കെ വെറുതെ പറയണതാണ്. അതേ സഹായിക്കുന്ന അവരുടെ തൃത്വോപദേശം. വീണ്ടും പറയാം, യാക്കോബ് എന്താ പറയുന്നത്? ദൈവം ഏകനെന്ന് പിശാചുക്കളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ പിശാചുക്കൾ പോലും വിശ്വസിക്കുന്നത് ദൈവം ഏകനാണ്. അത് മാത്രമല്ല, ആ ഏകദൈവത്തിന് മുമ്പിൽ അവൻ വിറയ്ക്കുകയും ചെയ്യുന്ന. നമ്മൾ യുക്തിപൂർവ്വം ഒരു കാര്യം ചിന്തിച്ചു നോക്കി, യേശുവിനെ പരീക്ഷിക്കാൻ എന്ത് ചെയ്തു? 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ പരീക്ഷിക്കുക. ആ പരീക്ഷയിൽ ഈ യേശു യഹോവയാം ദൈവമാണെന്ന് പിശാചിന് അറിയാമെങ്കിൽ, പിശാച് ദൈവം ഏകനെന്ന് പിശാചുക്കളും അറിയുന്നുവെന്നാ യാക്കോബ് പറഞ്ഞത്. അറിയുന്നത് മാത്രമല്ല, ആ ദൈവത്തിന്റെ മുമ്പിൽ അവൻ വിറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ആ യഹോവയാം പിതാവാം ദൈവം തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പിശാച് ആ ദൈവത്തിന്റെ മുമ്പിൽ വിറയ്ക്കുന്ന പിശാച് ഈ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പോവോ? നമ്മൾ ആലോചിച്ചു പോയി. വീണ്ടും അപ്പൊ ഇങ്ങനെയുള്ള അനേക വാക്യങ്ങളിൽ കൂടെ നമുക്ക് ദൈവം ഏകനാണ് എന്നുള്ളത് വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള വേദഭാഗങ്ങൾ നമ്മളോട് പറയുന്ന ഒരു വലിയ സത്യമാണ്. അപ്പൊ ഇവർക്ക് അനേകർക്കും, ഞാൻ ഈ ദീർഘിപ്പിക്കുന്നില്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ദൈവം എന്നുള്ള ഒരു പദം, ആ പദത്തെയാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് ഇവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവരതിന്റെ ദൈവം എന്ന് കേട്ട് കഴിഞ്ഞാൽ സർവശക്തനായിരിക്കുന്ന യഹോവയാം ദൈവം എന്നാണ് ഇവരങ്ങ് സങ്കല്പിക്കുന്നത്. ദൈവം എന്നുള്ള വാക്കിന്റെ പദത്തിന് എന്താ അർത്ഥം? ഇപ്പൊ ഏലോഹീം, നമ്മുടെ പഴയ നിയമത്തിൽ മുഖ്യമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഏലോഹീം എന്നുള്ളതാണ്. ഏലോഹീം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അത് ഏകവചനത്തിലും ബഹുവചനത്തിലും ഉപയോഗിക്കാവുന്ന ഒരു പദമാണ്. അപ്പൊ ആ ഏലോഹീം ഈ പദം ദൈവത്തിന് മാത്രമല്ല, അത് ന്യായാധിപന്മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, മനുഷ്യർക്ക്. സാധാരണ മോശയോട് പറഞ്ഞു, നിന്നെ ഞാൻ ഫറവോന് ദൈവമാക്കിയിരിക്കും. അപ്പൊ അങ്ങനെ ദൂതന്മാർക്ക് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവമെന്ന് ആരെയും വിളിക്കാം. ഇതൊരു സംജ്ഞാനാമമല്ല, ഇതൊരു സർവനാമം. ശക്തിയുള്ള എന്തിനേയും വിളിക്കാം. അവിടെ മനസ്സിലാക്കാം. എന്നാൽ യഹോവ എന്നുള്ള സംജ്ഞാനാമം അത് യഹോവയ്ക്ക് പിതാവിന് മാത്രമുള്ള. അതുകൊണ്ടാ യഹോവ പറഞ്ഞത്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ആകാശത്തിലോ ഭൂമിയിലോ ഒന്നും. അപ്പൊ ദൈവം എന്നുള്ള പദത്തിന്റെ അർത്ഥം വേണ്ട വിധം ഗ്രഹിക്കാത്തത് കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അയ്യോ യേശു ദൈവമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ മഹാപാപം ചെയ്തു എന്നാ പറയുന്നു. യേശു ദൈവമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപികളായി തീർന്നു. അങ്ങനെ ചിന്തിക്കുന്നവരാ. അപ്പൊ ഇതിനെക്കുറിച്ച് വിശദമായി ഓരോ ഭാഗവും പരിശോധിക്കുമ്പോൾ പ്രിയ സഹോദരൻ, ഇടവ സഹോദരൻ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി പഠനം നടത്തിയിട്ടുണ്ട്. ആ ഒരു ആശയം ഈ സഹോദരങ്ങളുടെ ഇടയിൽ അത് വ്യക്തമായി
അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇനി അതിന്റെ ദീർഘമായ ഒരു വിശദീകരണത്തിലേക്ക് ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ചോ ഒന്നും അതിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്നതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എനിക്ക് എന്റെ പഠനത്തിൽ ചിന്തയിൽ എന്താണ് രക്ഷ, ഞാനിപ്പോ പറയാൻ വേണ്ടിയല്ല, എന്താണ് സുവിശേഷം, എന്താണ് രക്ഷ. അപ്പൊ ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള ഉള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ തിരഞ്ഞെടുപ്പിൻ രക്ഷയെന്നും യഥാസ്ഥാപന രക്ഷയെന്നും രണ്ട് ഭാഗങ്ങൾ അതിനുണ്ട് എന്നുള്ള വലിയ സത്യം ബൈബിളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ അതിനെക്കുറിച്ച് എനിക്കൊരു അവസരം ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ ആശയം, എന്റെ ആശയം ഞാൻ പറയാം. നിങ്ങളത് എന്തുമാത്രം ചിന്തിക്കാം, അതിന്റെ എതിരായിട്ട് ആശയം ഉണ്ടെങ്കിൽ എന്നോട് പറയാം, എനിക്ക് പരാതിയില്ല, നമുക്ക് കൂട്ടായി ചിന്തിക്കാം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഇവിടെ ഉപസംഹരിക്കുകയാണ്. ലഭിച്ച അവസരത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരേവരും ആ സത്യത്തിന്റെ മാർഗത്തിൽ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും വിശുദ്ധ ജനവും ആയി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു.